അപ്പം ഇന്നൊരു ഓണം സെലിബ്രേഷൻ വ്ളോഗാണ്. ഞങ്ങൾ മൂന്നാളും എൻ്റെ വീട്ടിൽ വന്നിട്ട് മാറ്റിയിട്ടാണ് പോയത്. ഒരാളും ഭയങ്കര അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സാരി ധാവണയൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഞാൻ പിന്നെ പട്ടുപാടിയും ക്രോപ്പ് ടോപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് സാരി എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ നമുക്ക് ക്യാമ്പസിലെത്തി. ഈ ക്ലാസ്സായിരുന്നു നമുക്ക് കിട്ടിയത്. ഇവിടെ പിള്ളേരൊക്കെ നമ്മളുടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ അതിലൊന്നും ഇല്ല, മടിയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാ ലേറ്റ് ആയതെന്ന്. പിന്നെ ഈ സെൻറ്റർ വന്നിട്ടുണ്ടല്ലോ, അതാണ് റുപ്ഷി മുർഷി. ഓളാണ് ഇവിടുത്തെ മെയിൻ. വെറുതെ ഓള് പറയാൻ പറഞ്ഞതൊന്നുമല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നു. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാക്കും. അത് അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ച് വീഡിയോസൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ചാർജ് ഇല്ലേനു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് വലിയ വ്ളോഗൊക്കെ എടുക്കുന്നത്, എനിക്കറിയില്ല ഇതിനെ പറ്റിയൊന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകളുടെ കിടപ്പ്. നോക്കാനപ്പോൾ നോക്കിയില്ല, ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നപ്പോൾ നോക്കി എന്തായാലേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. പക്ഷേ എപ്പോഴത്തെയും പോലെ തന്നെ എനിക്ക് മറ്റേതൊക്കെ ഫോട്ടോ കിട്ടിയില്ല. അതങ്ങനെ വരുമല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും ഈ മാവേലിൻ്റെ എൻട്രി, അതായത് മാവേലി മാത്രമല്ല ഭയങ്കര ലക്ഷറീസ് വണ്ടികളൊക്കെ ഇറക്കിയാണ് ചെക്കന്മാർ. അപ്പോൾ ഒരു കുറച്ച് ഷോ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഞങ്ങൾ മാവേലി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓരോരുത്തർ വണ്ടീൻ്റെ മേലെയും സൈഡിലും പുക പറപ്പിച്ചിട്ടും എന്തെല്ലാം ആക്കിയിട്ട് വരുന്നുണ്ട്. സംഭവം അടിപൊളി കഴിഞ്ഞിട്ടോ. അതൊക്കെ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇതാണ് ഫാസ്റ്റ് സാർ, മൂപ്പര് പൊളിയാണ്. ഇവളെന്തിനാ അവിടെ കയറി ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കാണാനാവും. ഹലോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗ്രൗണ്ടിൽ പോയി. അപ്പോൾ ഈ സംഭവം പോസ്റ്റർ തൂക്കി, പൂത്തിരി എത്തിച്ചു, എല്ലാവരും ചാടി കളിച്ചു, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്, അത്ര തന്നെ. അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വെയിലത്ത് നട്ടുവച്ച നേരത്ത് ഇവരെല്ലാവരും കൂടി ചാടി കളിക്കുകയാണ്. ആ സെൻറ്ററിൽ നിൽക്കുന്ന വൈറ്റ് ഷർട്ടിട്ട് മാവേലിൻ്റെ തൊപ്പി ഇട്ടതാണ് നമ്മളുടെ നിയാസ് സാർ. നിയാസ് സാറിൻ്റെ പലതും ഇനി വരാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുള്ള സീൻസൊക്കെ കാണാനുണ്ട്, നമുക്ക് കാണാം. ഇപ്പോൾ വീഡിയോയിൽ ഒരു 2 ടീം വരും. അതാണ് ഡിങ്കും മിങ്കും. അവരെന്താ ചെയ്യുന്നത് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇത് വീഡിയോയിൽ കണ്ടു, ഞാൻ ഇതിലിട്ടു. ഇനി ഇത് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ ഒരു ഓപ്ഷനും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പണി പിന്നെ ഇത്ര നേരം വെയിൽ കൊണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓഫീസ് റൂമിൽ കയറിയിരുന്നു. അവിടെ AC ഉണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അവൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലോലിപോപ്പ് എടുത്ത് ഞാൻ തിന്നു. പിന്നെ വെറുതെ ഒരു സെൽഫി വീഡിയോ എടുത്തു. ഹലോ യൂട്യൂബിൽ ഹലോ ഗായ്സ്, ബൈ. വീഡിയോ എടുക്കണമെങ്കിൽ പാസ് തരണം. എന്റെ ലൈഫില് ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കരിയറില് നിശാനോട് പറയൂ. എന്നെ പറ്റി എന്താ അഭിപ്രായം? പെട്ടെന്ന് ഇങ്ങനെ മറ്റേ സാറിനെ വെച്ച് എന്താ അഭിപ്രായം? എന്റെ കരിയറിൽ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരുപാട് പിള്ളേരെയും നെക്സ്റ്റിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ടു ബി ഹോണസ്റ്റ്, ഈ ലൈഫില് ഇത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടി അല്ലേ, ഒരു കുട്ടിനെ ഞാൻ കണ്ടിട്ട്. നേരം വരും, പഠിക്കൂല,
എന്നിരുന്നാലും ടീച്ചർമാരെ വെറുപ്പിക്കും, ക്ലാസ്സിൽ പഠിക്കാൻ അപ്പുറത്തുള്ളവരെ വെറുപ്പിക്കും. വളരെ ടാലന്റാണ്, ഓവർ ടാലന്റാണ്, കുറച്ച് കൈ വേറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മൂപ്പർക്ക് എൻ്റെ പേര് തന്നെ ഓർമ്മയില്ല. എന്നിട്ട് എൻ്റെ കുറ്റം പറയാൻ എന്നാ ഉഷാറാ. ആദ്യം പറഞ്ഞാണ് സത്യം, രണ്ടാമത് പറഞ്ഞത് മൊത്തം വെറുതെ പറഞ്ഞാണ്. വെറുതെ ആളെ കളിയാക്കാൻ, വെറുതെ എന്നെ മോട്ടറാക്കാൻ പറഞ്ഞാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കയറിയത്. അപ്പോൾ ഒരു കയറിയില്ല, കണ്ടില്ലേ നിൽക്കുന്നത്. ഞാനാദ്യം കയറി, ഇവർ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ റബ്ഷി റസ്വാന ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ സാരി എടുക്കാത്തതിൻ്റെ ഒരു സമാധാനം മനസ്സിലാക്കുന്നത്. സാരി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചത്തുനിന്ന് ബാക്കി സ്ഥലത്തേക്കൊന്നും ഫുഡ് എത്തൂല. പിന്നെ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, സാരി എടുക്കാത്ത എനിക്ക് തീരെ കംഫർട്ടബിൾ ആവില്ല. അത് ഇപ്പം എനിക്ക് പട്ടുപാടായതുകൊണ്ട് എനിക്ക് നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കാം. അതാണ് എൻ്റെ. പിന്നെ ഈ ഓണത്തിലും ഈ പരിപാടിയിലൊക്കെ ഞാൻ നല്ല ഫ്രീ ആയിട്ടായിരുന്നു നടന്നതിന്. കാരണം പ്രത്യേകിച്ചൊന്നും ആലോചിക്കാമല്ലേ, പാവാടല്ലേ, ചെമ്മിടിയല്ലേ, സ്കേർട്ടല്ലേ, അപ്പം സുഖമായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ പപ്പടം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കേട്ടോ, എനിക്ക് എവിടെ പോയാലും ഇതവസ്ഥ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടുക. അങ്ങനെ ഞങ്ങൾ ഫുഡ് സത്യം നല്ല ഉഷാറായി കഴിച്ചു. കുഴപ്പമില്ലേന് സദ്യ, അടിപൊളിയാണെന്നൊന്നും പറയില്ല, ഒരു ആവറേജ് സദ്യയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം ഇറങ്ങി. പിന്നെ ഞങ്ങൾ വാഷ് ചെയ്യാൻ പോയി. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചാലേ പെരുന്നാൾക്ക് ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ ഓണത്തിന് സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും എന്നറിയാമല്ലോ. ക്ഷീണം ഉണ്ടായിനി. അപ്പം നമ്മൾ ക്ലാസ്സിൽ വന്നിരുന്നു. പൂക്കളൊക്കെ ഒരു അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസും അടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ തിരിച്ചു പോയപ്പോൾ മാവേലി അവിടെ പോവാൻ നിൽക്കാൻ തോന്നുന്നു. ഫ്രീക്ക് മാവേലിയാണ്. പിന്നെ പൊരിഞ്ഞ വെയിലാണ്. എന്തായാലും നമ്മളോട് ഗ്രൗണ്ടിൽ വരണമെന്ന് സാറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പിന്നെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ കസാരക്കളിയായിരുന്നു. ബോയ്സിനും ഗേൾസിനും പിന്നെ സാറുമാരുടെ തന്നെ ഉണ്ടാവല്. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ സാറുമാരുതാണ്. അത് ഞാൻ ഇപ്പോൾ വയ്യെ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ അവസ്ഥ. ഞങ്ങൾ ഗെയിം തന്നാൽ മര്യാദക്ക് കളിച്ചിട്ട് പോകും. ഇവരങ്ങനെയല്ല, കാണാം, എല്ലാം കാണാം. പിന്നെ ഞാൻ വരുന്നു. ഞാൻ ഒരു മൂന്നാമത്തെ നാലാമത്തെ റൗണ്ടിൽ തന്നെ ഞാൻ അത് ഗംഭീരമായി പൊട്ടിയിരിക്കുന്നു. അത് പിന്നെ ഞാൻ കസാരക്കളിക്ക് അങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഏകദേശം ഫസ്റ്റൊക്കെ ഞാൻ പൊട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ സാറുമാരെ കസേരക്കളി. ഇവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ വേണ്ടി വരും, അല്ലാതെ ഓരോന്നാവില്ല. ഇതാണ് അവസ്ഥ. എല്ലാ ഓണപരിപാടിക്കും നിയാസാർക്ക് കസേരക്കളി ജയിക്കണം, അതങ്ങനെയാണ്, അത് മസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യും. പലതരം എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലാണ് വെറൈറ്റി കണ്ടത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെറൈറ്റി എക്സ്പ്രഷൻ ആയിരുന്നു സാർ ഇട്ടിരുന്നത്. അതൊരു കിടിലൻ എക്സ്പ്രഷൻ ആയിരുന്നു, വേറെ ആർക്കും ഇടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ആരും ഇടുമോ? ഇല്ലല്ലോ, ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഒന്നും ഒരു മനുഷ്യനും ഇടില്ലല്ലോ. ഇപ്പോൾ കാണുന്ന സീനറിന് നിയാസാർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം. മറ്റാൾ ഇരുന്നപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സമ്മാനമായിട്ട് കൊടുത്ത് അത് ജയിപ്പിച്ച് വിട്ടു. അതാ അപ്പം ഉണ്ടായത്. പിന്നെ ഷാറുഖ് ഖാനെ പെട്ടു തുടരണം എന്നുള്ള പേരിൽ കുറച്ച് ഞാനുണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പേരിൽ വെച്ചിരുന്ന ഫോട്ടോ കണ്ടാൽ നിങ്ങൾ നെട്ടും. ഷാറുഖ് ഖാൻ ആരായിരുന്നു? നിയാസാറായിരുന്നു. അപ്പോൾ ആ ഗെയിം മാറ്റിയിട്ട് ഷാറുഖ് ഖാനിന് ഉമ്മ കൊടുക്കുന്ന ഗെയിമാക്കി. അപ്പോൾ അതിൻ്റെ രോദനമാണിപ്പോൾ ഈ നിയാസാറിൻ്റെ മുഖത്ത് കാണുന്നത്. അത് പറ്റൂലല്ലോ, അത് സീനാവുന്ന അറിയാം സാറിന് തന്നെ. എനിക്ക് ഷാറുഖ് ഖാൻ നിയാസാറാണെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ കൂടിയിരുന്നു. പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത്. ഏതായാലും ഞാൻ എൻ്റെ ഗെയിമുകൾ കണ്ടുപിടിക്കും, അടിപൊളിയാണ്. 90 ഡിഗ്രി നേരെ 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 റൈറ്റ്, ഇച്ചിരി റൈറ്റ്. ആ നേരെ 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 ഒന്നുകൂടി നേരെ പോ. ചില
ചെല്ല് ചെല്ല്. ആ ഇനി ഒന്ന് കൈയിട്ട് നോക്കി. നിങ്ങൾ എന്താണ് ഇങ്ങനെ നല്ലത്? നശ യൂട്യൂബർ ഇൻഫ്ലുവൻസർ നശ തൊട്ട് 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 തൊട്ടു നശ. ഓ പിന്നെ ഈ ഗെയിമിൽ ഞാനാണ് ജയിച്ചത്. അതിൻ്റെ ചാടയാണ് എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് വാങ്ങി വരുന്ന വരവ് കണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ പഞ്ചഗുസ്തി ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് കുറേ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു മറ്റേ എന്തിനു പറയുക, ഉറിയടി. അതിനും ഞാൻ ഉണ്ടായിരുന്നു. വൻ കോമഡി ആയിരുന്നു. ഈ ഗെയിമിലൊക്കെ കുറേ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഇതിൽ എത്ര വെച്ചിട്ടിടുക, കുറേ ഉണ്ട് ഗെയിംസൊക്കെ. പിന്നെ ഇത് എവിടെ തൊട്ടിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് കൂടെ പോകും, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. അതാണ് അവസ്ഥ. കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു, കുറേ ആൾക്കാർ കള്ള ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യുന്നു. മൈക്കിൽ കൂടെ അടിക്കണ്ടെന്ന് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് അടിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെ അതിലും അതിസാഹസികമായി ഞാൻ മൂഞ്ചിയിരിക്കുന്നു. പിന്നെ നമ്മളുടെ അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ഔട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഗെയിമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളുടെ വടംവലി, ഇതിൽ പിന്നെ ഗേൾസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും ഉണ്ടായിനി. പിന്നെ അങ്ങനെ ഗേൾസ് കുറവായതുകൊണ്ട് പിന്നെ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇത് പ്രത്യേകിച്ച് രസമൊന്നുമില്ല ഇനി കാണാൻ. കുറേ അങ്ങോട്ട് വലിക്കുന്നു, കുറേ ഇങ്ങോട്ട് വലിക്കുന്നു, കുറേ ആൾക്കാർ പാസ്സാവുന്നു, കുറേ ആൾക്കാർ ജയിക്കുന്നു, കുറേ ആൾക്കാർ തോൽക്കുന്നു. ഏതായാലും നമ്മളെ ടീമായിരുന്നു കേട്ടോ ജയിച്ചിരുന്നത്. പിന്നെ എല്ലാവരും നല്ല ക്ഷീണിച്ചിരുന്നു. വീട്ടിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. കാരണം രാത്രി ആവാനായി, ഓൾമോസ്റ്റ് മഗ്‌രിബ് സമയമായി. പിന്നെ ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഏതായാലും പിന്നെ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിനി, നല്ല രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഫോണിൽ ചാർജ് ചെയ്യുന്നതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ എന്തേനു പിന്നെ പോയതും പിന്നെ വീട്ടിൽ പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഫോണിൽ ചാർജ് ഇല്ലേനു. അങ്ങനെ ഇതൊക്കെ തന്നെ ഇതിന് പിന്നെ ഞങ്ങൾ ആകെ ക്ഷീണിച്ച് ഞങ്ങൾ വീട്ടിൽ പോകണ സുഹൃത്തുക്കളെ. അപ്പം ഇത്രയുള്ള ഇനി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെല്ലാവരും മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബൈ.